KJ ഷൈനെതിരായ സൈബർ ആക്രമണ കേസിൽ പ്രതികളെ ചോദ്യം ചെയ്യാൻ പോലീസ്. യൂട്യൂബർ KM ഷാജഹാൻ, കോൺഗ്രസ് പ്രാദേശിക നേതാവ് CK ഗോപാലകൃഷ്ണൻ, യാസിർ എടപ്പാൾ എന്നിവരെയാണ് ചോദ്യം ചെയ്യുക. ആലുവ സൈബർ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാനാണ് നിർദ്ദേശം. KM ഷാജഹാൻ ഇന്ന് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായേക്കും. SS ശരൺ കൂടുതൽ വിവരങ്ങളുമായി. ശരൺ, വെരി ഗുഡ് മോർണിംഗ്. ശരൺ, ഞാൻ ഇപ്പോൾ സുബിൻ ഗാർഗിന്റെ കാര്യം പറയായിരുന്നു. ഹേറ്റേഴ്സ് വളരെ കുറവുള്ള മനുഷ്യനാണ് സുബിൻ ഗാർഗ്. എന്നാൽ ഹേറ്റേഴ്സ് ഏറ്റവും കൂടുതലുള്ള കക്ഷികളെയാണ് ഇപ്പോൾ പോലീസ് വിളിച്ചു വരുത്തിയിരിക്കുന്നത്. KM ഷാജഹാൻ്റെയൊക്കെ വീട്ടിൽ ഇന്നലെ പരിശോധനയടക്കം നടന്നിരുന്നു. ഐഫോൺ പിടിച്ചെടുത്തു എന്നാണ് അറിയുന്നത്. ഞാൻ വീട്ടിലുണ്ട്, കൂടുതൽ കാര്യങ്ങൾ തുറന്നു പറയാമെന്ന് CCTVയിലെ ചില അതിനകത്ത് ഘടിപ്പിച്ച ചെറിയ ലൗഡ് സ്പീക്കറിലൂടെ പറയുന്നതുമൊക്കെ നമ്മൾ കേട്ടു. എന്നാലും ഇന്ന് ഷാജഹാൻ ആലുവയിലെ സൈബർ പോലീസ് ക്യാമ്പിൽ ഹാജരാകാൻ സാധ്യതയുണ്ടോ? ഗോപാലകൃഷ്ണനും ഹാജരാകണം. യാസിർ എടപ്പാൾ എന്ന് പറയുന്ന കക്ഷി, പുള്ളി ഇന്ത്യയിൽ ഇല്ലെന്ന് തോന്നുന്നു. പുള്ളി ഹാജരാകാൻ നോട്ടീസ് കൊടുത്തിട്ടുണ്ടെന്നാണ് അറിയുന്നത്. എന്താണ് ആ കേസിന്റെ വിശദാംശങ്ങൾ? ഇവരൊക്കെ ഹാജരാകാൻ സാധ്യതയുണ്ടോ? ശരൺ, ഗുഡ് മോർണിംഗ്. അരുൺകുമാർ, ഗുഡ് മോർണിംഗ്. എന്തായാലും ഈ കേസിൽ 3 പ്രതികളാണുള്ളത്. ഇതിൽ ഒരു പ്രതിക്ക് മാത്രമാണ് അന്വേഷണ സംഘത്തിന് നേരിട്ട് നോട്ടീസ് നൽകാൻ കഴിഞ്ഞിട്ടുള്ളത്. അത് KM ഷാജഹാനാണ്. KM ഷാജഹാൻ ഇന്നലെ വീട്ടിൽ റെയ്ഡ് നടക്കുന്ന സമയത്ത് അദ്ദേഹം വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് നോട്ടീസ് കൈമാറിയത്. ഇന്ന് ഹാജരാകും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഹാജരായിരിക്കും എന്നുള്ളൊരു വിവരം കൂടിയാണ് നമുക്ക് ലഭ്യമാകുന്നത്. എന്തായാലും ഇതിൽ മറ്റ് 2 പേരും ഹാജരാകില്ല എന്നുള്ളത് കൂടി മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പ്രധാനമായും ഇതിൽ മറ്റൊരു പ്രതിയായ ഗോപാലകൃഷ്ണൻ കോൺഗ്രസിന്റെ പ്രാദേശിക നേതാവാണ്. പ്രാദേശിക നേതാവായ ഗോപാലകൃഷ്ണൻ നേരത്തെ കേസ് രജിസ്റ്റർ ചെയ്യുന്നതിന് പിന്നാലെ ഒളിവിൽ പോരുന്നതാണ്. ഇപ്പോഴും പോലീസിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് കുടുംബാംഗങ്ങൾക്ക് നോട്ടീസ് കൈമാറുന്നത്. ഇതിന് പുറമെയാണ് മറ്റൊരു പ്രതി, അതായത് യാസിർ എടപ്പാളിന്റെ വീട്ടിൽ ഇന്നലെ വൈകിട്ട് പരിശോധനയുണ്ടായിരുന്നു. അങ്ങനെ പരിശോധന നടത്തിയപ്പോൾ യാസിർ എടപ്പാൾ വിദേശത്താണെന്നുള്ള വിവരമാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത്. പക്ഷേ നോട്ടീസ് കൈമാറേണ്ടതുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ കുടുംബാംഗങ്ങൾക്ക് നോട്ടീസ് കൈമാറിയെന്ന് മാത്രമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഒരാൾ മാത്രമാണ് നേരിട്ട് നോട്ടീസ് ലഭിച്ച സാഹചര്യത്തിൽ KM ഷാജഹാൻ ഇന്ന് ഹാജരായിരിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പോലീസിനെ സംബന്ധിച്ച് തെളിവുകൾ ശേഖരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ്. അതായത് ഈ 3 വീടുകളിലും പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പരിശോധനകൾ ഉണ്ടായിരുന്നു. ഇന്നലെ ഉച്ചയോട് കൂടിയാണ് ഗോപാലകൃഷ്ണന്റെ വീട്ടിൽ പരിശോധന നടത്തുന്നത്. അവിടെ നിന്ന് മൊബൈൽ ഫോൺ പിടിച്ചെടുത്തിട്ടുണ്ട്. ഈ മൊബൈൽ ഫോൺ ഉപയോഗിച്ചാണ് ഗോപാലകൃഷ്ണൻ സമൂഹ മാധ്യമത്തിൽ അപവാദ പ്രചാരണം നടത്തിയിരിക്കുന്നത്, പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അത് സംബന്ധിച്ചുള്ള മൊബൈൽ ലഭിച്ച സാഹചര്യത്തിൽ അതിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുകയാണ് അന്വേഷണ സംഘം. ഇതിന് പുറമെയാണ് യാസിർ എടപ്പാളിന്റെ വീട്ടിൽ പരിശോധന നടത്തി ഡീറ്റെയിൽ തെളിവുകൾ ശേഖരിക്കുകയും ഒപ്പം KM ഷാജഹാന്റെ ഐഫോൺ പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നത്. ഇതിൽ നിന്നെല്ലാം കൂടുതൽ വിവരശേഖരണവുമായിട്ട് മുന്നോട്ട് പോവുകയാണ് അന്വേഷണ സംഘം. മറ്റൊന്ന്, ഈ കേസിൽ കൂടുതൽ പ്രതികൾ ഉണ്ടാകുമെന്നുള്ള വിവരം കൂടിയാണ് അന്വേഷണ സംഘം നൽകുന്നത്. നേരത്തെ KJ ഷൈൻ തന്നെ നൽകിയ പരാതിയിൽ പല ഫേസ്ബുക്ക് പ്രൊഫൈലുകളുടെയും പേരുകൾ ഉണ്ടായിരുന്നു. പക്ഷേ അപ്പോൾ ആ ഘട്ടത്തിൽ അന്വേഷണ സംഘം സ്വീകരിച്ച നിലപാട് അതിൽ കൂടുതൽ തെളിവുകൾ ശേഖരിച്ച ശേഷം പ്രതിയാക്കാമെന്നുള്ളതാണ്. അപ്പോൾ ഇന്നും നാളെയുമായിട്ട് കൂടുതൽ പേരെ പ്രതി ചേർക്കാനുള്ള സാധ്യത നിലനിൽക്കുകയാണ്. ഓക്കെ, താങ്ക് യു. ശരണാണ് വിവരങ്ങൾ നൽകിയത്. നല്ല കാര്യമുണ്ടോ? കൊച്ചു മക്കളെയൊക്കെ താലോലിച്ച് വീട്ടിലിരിക്കേണ്ട സമയത്തിന് ഒരു ടീച്ചറെ കുറിച്ച് അപവാദ പ്രചരണം നടത്തുക, അതെടുത്ത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുക. ഈ ഷാജഹാൻ ഇത് എന്തിൻ്റെ കേടായിരുന്നു? ഗോപാലകൃഷ്ണൻ്റെ കാര്യം അത് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. യാസിർ എടപ്പാൾ അത് ഒട്ടും പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും അന്വേഷണത്തോട് ഇവർ സഹകരിക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന സൂചന. സഹകരിച്ചില്ലെങ്കിൽ സഹകരിപ്പിക്കും, അതാണല്ലോ അവസ്ഥ. ഒരു സ്ത്രീ, അതും ഒരു ടീച്ചറെയും ഒരു MLA ഒക്കെ ഇതേപോലെ വേണ്ടാതീനം പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കാൻ പറ്റൂ? ഒന്ന് ആലോചിച്ച് നോക്കി.